തെരഞ്ഞെടുപ്പിൽ മത്സരം LDFും UDFും തമ്മിൽ. EP-യെ തള്ളി മുഖ്യമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFും UDFും തമ്മിലാണ് മത്സരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുപ്പിൽ LDFാണ് മികച്ച വിജയം കരസ്ഥമാക്കാൻ പോകുന്നത്. BJPക്ക് കനത്ത രീതിയിലുള്ള പുറകോട്ടുപോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDF 2020 ലക്ഷ്യമിടുന്നതെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പൊട്ടിച്ചിരിച്ചു. കേരളത്തിൽ LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് LDF കൺവീനർ EP ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടത്തെ പോരാട്ടം LDFും BJPയും തമ്മിലാകുന്നത്. കേരളത്തിൽ കോൺഗ്രസ് പ്രബല ശക്തി അല്ലാതായി മാറിയതാണ് മത്സരചിത്രം മാറാൻ കാരണമെന്നും ജയരാജൻ അഭിപ്രായപ്പെട്ടിരുന്നു. ഇതാണ് മുഖ്യമന്ത്രി തിരുത്തിയത്. അതേസമയം ആലപ്പുഴ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി രാജ്യസഭാ MP-യായ KC വേണുഗോപാൽ മത്സരിക്കുന്നതിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാജ്യസഭാംഗത്വം നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പാണ്. എന്നാൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട് വിവേകപൂർണമായോ എന്നാണ് ചിന്തിക്കേണ്ടത്. കാരണം അഥവാ അദ്ദേഹം ജയിച്ചു പോയെന്ന് വിചാരിക്കുക, അതിൻ്റെ ഗുണം ആർക്കാണ് കിട്ടുക? BJPക്കാണ്. പിന്നീട് രാജസ്ഥാനിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചു പോകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാൻ പാടുണ്ടായിരുന്നോ? മുഖ്യമന്ത്രി ചോദിച്ചു. അതേസമയം EP ജയരാജൻ്റെ BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിയുള്ള പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. ജയരാജൻ സംഘപരിവാർ B ടീമിൻ്റെ ക്യാപ്റ്റനും കോച്ചുമാണെന്നും പിണറായി സംഘപരിവാർ B ടീമിൻ്റെ നോൺ പ്ലേയിങ് ക്യാപ്റ്റനാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിഹസിച്ചിരുന്നു. ജയരാജന് റിക്രൂട്ടിംഗ് ഏജൻസിയാണെന്നും BJP CPM അന്തർധാര സജീവമാണെന്നും ആക്ടിംഗ് KPCC പ്രസിഡന്റ് MM ഹസനും ആരോപിച്ചു.